തിരുവനന്തപുരത്ത് ജനങ്ങളോടുള്ള, പ്രത്യേകിച്ച് ഈ പറഞ്ഞിരിക്കുന്ന തീരദേശത്തെയും ക്രൈസ്തവ വിഭാഗങ്ങളിലെയുമൊക്കെ ആളുകളുടെ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ അനുകൂലമായ നിലപാട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഒരു സോളിഡാരിറ്റി എന്ന നിലയിലാണ് വന്നത്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചൊരു കാര്യം ഈ വർഷം തോറും അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെന്നും പുറന്തള്ളപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ആ സ്ഥിതി ഇനിയും തുടരാൻ പാടില്ല. അത് ആ മേഖലയിലേക്ക് ഞങ്ങൾ പറയുന്നത് വെറും പാർശ്വവൽക്കരിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കാര്യം മാത്രമല്ല, ആദിവാസികൾ, ദളിത ജനവിഭാഗങ്ങൾ, അസംഘടിതരായ തൊഴിലാളികൾ, അവരുടെയൊക്കെ കൺസേൺ ഈ പറഞ്ഞിരിക്കുന്ന ഭരണ സംവിധാനത്തിൻ്റെ മെയിൻ ഫ്രെയിമിലേക്ക് വരണം. നയങ്ങൾ രൂപീകരിക്കുമ്പോൾ, പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ അത്തരം ആളുകളെ എങ്ങനെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ഭംഗിയായി പറഞ്ഞിരിക്കുകയാണ്, ഒരു നവയുഗ സൃഷ്ടിക്കായിട്ട്. ആ നവയുഗ സൃഷ്ടിക്കുള്ള പ്രവർത്തനങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട മേഖലയിലെ എല്ലാ ആളുകൾക്കും സാന്നിധ്യം ഉണ്ടാകണം. നയ തീരുമാന പ്രക്രിയകളിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടാകണം. നടപടികൾ, കർമ്മ പദ്ധതികൾ രൂപീകരിക്കുന്നതിൽ ആ രീതിയിലുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം വളരെ ആരോഗ്യകരമായ രീതിയിൽ ഞങ്ങൾ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ഫിഷറീസ് മന്ത്രി കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കടലിനെ അറിയുന്ന ഒരാൾ വേണമെന്നുള്ളത് ഇന്നലെ തന്നെ ലത്തീൻ അതിരൂപത വ്യക്തമാക്കിയതാണ്. അതേ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ച ഇന്നലെ മുഖ്യമന്ത്രി വന്ന് പോയതിനു ശേഷം പിന്നീട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അല്ല, അത് പറയുന്നതിന് കാരണം നിങ്ങളെല്ലാവരും ഈ ഒപ്പിയെടുക്കുന്ന അനുഭവങ്ങളാണ്. മുതലപ്പുഴയിൽ 80 വളരെ ആരോഗ്യ ദൃഢഗാത്രരായ കുടുംബം പുലർത്തുന്ന മത്സ്യത്തൊഴിലാളികൾ ഇതിനകം മരണപ്പെട്ടു. അത് പരിഹരിക്കപ്പെടാത്തത് ഈ കടലുമായി ബന്ധപ്പെട്ട സാന്നിധ്യമുള്ള മന്ത്രിമാർ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്. ചില ബ്യൂറോക്രാറ്റ്സൊക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് കാര്യങ്ങൾ. ഈ വർഷവും ഞാൻ പറയുകയാണ്, ഈ അവസ്ഥയിലാണെങ്കിൽ അവിടെ അപകടമുണ്ടാകും, മരണത്തിനുള്ള സാധ്യതകൾ അതൊക്കെ ഉണ്ടാകരുതെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അപ്പം അത് മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ചില ചെറിയ കാര്യങ്ങൾ അത് ഡ്രഡ്ജ് ചെയ്ത് ക്രമപ്പെടുത്തുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സുഗമമായിട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ശംഖുമുഖത്തേക്ക് നിങ്ങളെല്ലാവരും പോയി കണ്ടു കാണും. ശംഖുമുഖത്ത് എല്ലാവരും പറയുന്നത് കടൽ തീരം തിരിച്ചു വന്നില്ല. എന്നിട്ട് അതിന് തരുന്ന മറുപടി എന്ന് പറഞ്ഞിരുന്നാൽ കാലാവസ്ഥാ വ്യതിയാനമാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനം എന്തുകൊണ്ടാണ്? ശംഖുമുഖത്തും വലിയതുറയിലും മാത്രം, അല്ലെങ്കിൽ പൂന്തുറയിലും പനത്തുറയിലും മാത്രം, ഭീമാപള്ളിയിൽ മാത്രം. അപ്പോൾ ഈ മേഖലയിൽ കടലിൽ നടത്തിയിരിക്കുന്ന ഒരു വലിയ നിർമ്മാണം അതിൻ്റെ ഭാഗമാണ്. ശാസ്ത്രീയമായ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് വസ്തുനിഷ്ഠമായി പരിശോധിച്ച് അത് പരിഹരിക്കാനായിട്ടുള്ള നടപടി കൈക്കൊള്ളണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കേരളത്തിലെയും തിരുവനന്തപുരത്തെയും പൊതുജനങ്ങൾക്ക് കടലൊക്കെ കാണാൻ സാധിക്കാത്ത അവസ്ഥ വരും. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ മന്ത്രിമാരോട് ഈ കടലിനെ അറിയുന്നയാൾ തന്നെ വകുപ്പ് മന്ത്രിയെ വേണമെന്നുള്ള ആവശ്യം വീണ്ടും ഉന്നയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യം പറയുന്നതിന് കാരണം കടലൊരു എക്കോണമിയാണ്. ഇപ്പോൾ നമ്മൾ വിമൻ എക്കോണമി, ഈ വർഷം ചിൽഡ്രൻ എക്കോണമി, അതുപോലെ കടലും ജലാശയങ്ങളും ഒക്കെ ഒരു എക്കോണമിയാണ്. അപ്പോൾ അതങ്ങനെ കണ്ടുകൊണ്ട് അതിനെ പരിപാലിക്കാനും പരിപോഷിപ്പിക്കാനും പ്രാപ്തരായ ആളുകൾ വന്നിരുന്നാൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്നത്തെ മുഖമായിരിക്കത്തില്ല ഈ രംഗത്ത്. നമുക്ക് 44 നദികളുണ്ട്, അതോടൊപ്പം തന്നെ 590 കിലോമീറ്റർ സമുദ്രമുണ്ട്. അപ്പോൾ അത് വളരെ ധന്യമായ സമ്പത്താണ്. ആ സമ്പത്തിനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിൻ്റെ ഭാഗമായി കാണാനും അതിനെ എങ്ങനെ പരിപോഷിപ്പിക്കാൻ സാധിക്കുമെന്ന് ശേഷിയുള്ള ആളുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിനും കേരളത്തിലെ പൊതു പൗരന്മാർക്കും, എല്ലാവരും മത്സ്യം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അവർക്കൊക്കെ വലിയ നേട്ടം ഉണ്ടാകും. മന്ത്രിമാർ പറയുന്നതാണ് ഇത്തരം കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടുമെന്നുള്ളൊരു ഒരു അഭിപ്രായം പറഞ്ഞു. അതാണ് ഞാൻ കാണുന്നത്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന പോലെ ശ്രദ്ധ വേണ്ടത്ര കൊടുക്കേണ്ട മേഖലയിൽ തിരുവനന്തപുരത്ത് യഥാർത്ഥത്തിൽ 3 or 4 മന്ത്രിമാരൊക്കെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചാണ്. കാരണം വിവിധ ജനവിഭാഗങ്ങളുടെയൊക്കെ പ്രതിനിധികളായിട്ട് വരുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് കണ്ടില്ല.
ഈ മന്ത്രി ഫിഷറീസ് മന്ത്രിയുടെ കാര്യത്തിൽ ഇന്ന് മന്ത്രിമാരെന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ സഭയുടെ ആവശ്യത്തിൽ? അവർ നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നം ന്യായമാണെന്ന് പറയുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതിൻ്റെ വ്യക്തികളെയൊക്കെ നിശ്ചയിക്കുന്നതിൽ ഒരുപാട് അന്തർനാടകങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് ഇതിനെ ബാധിച്ചിട്ടുണ്ട്. മറിച്ചൊരു തീരുമാനമുണ്ടായാൽ സഭയ്ക്ക് അതിനകത്ത് എതിർപ്പുണ്ടാകുമോ? അല്ല, ഞങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് മത്സ്യമേഖലയുടെയും തീരപ്രദേശത്തിൻ്റെയും ഒക്കെ പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തരായ ആളുകൾ വരണം. അതിനകത്ത് ഈ വരുന്ന ആരാണെന്നുള്ളത്, മുന്നോട്ട് വയ്ക്കുന്ന ആരാണെന്നുള്ളത് ഞങ്ങൾ കാണട്ടെ.